നമസ്കാരം, ഞാൻ ഉമാശങ്കർ ഏഴുമാടി. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും US മീഡിയ ന്യൂസിൻ്റെ ഓണാശംസകൾ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് ഗൗതമി പ്രശാന്താണ്. അവരുടെ ഓണവിശേഷങ്ങളും ഒപ്പം ഓണപ്പാട്ടുകളും കേൾക്കാം. നമസ്കാരം. നമസ്കാരം. ഗൗതമി പ്രശാന്ത് അല്ലേ? ഉത്രാട് പൂക്കുന്നിന്നൊച്ചയിൽ പൊൻവയിൽ ഇത്തിരി പൊന്നൊരുക്കി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. നമ്മുടെ കഴിവുകള് ലോകത്ത് തന്നെ എല്ലാ ബാധിക്കും എത്തി അല്ലേ? തീർച്ചയായിട്ടും അതൊരു നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളും അല്ലേ, മറ്റു പൊതുസമൂഹത്തിനും മൊത്തം എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ? മോളുടെ ഈ ഉയർച്ചയില് എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം? എനിക്ക് എൻ്റെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഇവിടുത്തെ ഒരു പാട്ട് പാടി കുഞ്ഞ് പാട്ടൊക്കെ പാടി നടന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ എങ്ങനെ പറയുക വെച്ചാൽ ചെറിയ ചെറിയ പരിപാടികളും പിന്നെ ഞായറാഴ്ചയുള്ള മെഹഫിലിൻ്റെ ഞങ്ങളെ കുറേ അങ്കിൾമാരൊക്കെ കൂടി പാടുന്ന മെഹഫിൽ പറയുന്നത് നമ്മളെ കൂറ്റനാട് കൂട്ടായ്മ അല്ലേ? അതായത് പാട്ട് ആസ്വാദകരുടെയും പാട്ട് പാടുന്നവരുടെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ രാത്രി കൂടിയിരുന്ന ഒരു പാട്ട് പാടുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെ പാടിയിരുന്ന ഒരാളായിരുന്നു. പിന്നെ അവരുടെ സപ്പോർട്ടും എല്ലാ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ടും കാരണം ഞാൻ ഇങ്ങനെ ഒരു ടോപ്പ് സിംഗറിലെത്തി. അവിടുന്ന് നന്നായി പാടാനും പറ്റി ഇവരുടെ സപ്പോർട്ട് കാരണം. അങ്ങനെ ഫൈനലിൽ എത്തിയത് നൈറ്റിംഗേൽ ഓഫ് ടോപ്പ് സിംഗർ. പവനുതിരും പുഞ്ചിരിൻ നെഞ്ചിലലിഞ്ഞ മൃദായി പാലുരയൻ ചുണ്ടുകളിൽ പൂന്തേൻ കുഴമ്പായി നറുപൂന്തേൻ കുഴമ്പായി മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ താരാട്ടിൻ രാരേരം മനസ്സിൻ നീണമായി എൻ മനസ്സിൻ നീണമായി മാൻമിഴേ തേൻമൊഴി മകളെ തളിരിതളേ അമ്മക്കുട്ടി അമ്മുക്കുട്ടി നീ നിനവിൻ താളമായി എൻ കനവിൻ രാഗമായി. താങ്ക് യു. മോളെ പാട്ടിന്റെ രംഗത്ത് ഗുരുക്കന്മാരാരൊക്കെയാ? ഞാൻ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനി ഒപ്പം തന്നെ പഠിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനി വയനാട്ടിലൊരു സാറാണ്, സുശാന്ത് സാർ എന്ന് പറയും. ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ് എടുക്കുന്നത്. പിന്നെ കർണാട്ടിക് ശിവരാമൻ സാറ് നാഗലശ്ശേരിയുള്ളത്. അങ്ങനെ മഞ്ഞണിഞ്ഞ മലരിൽ നിലവുകൾ മഞ്ഞളാടി വന്ന മഞ്ഞണിഞ്ഞ മലരിൽ നിലവുകൾ മഞ്ഞളാടി വന്ന നാൾ ഇലവങ്കം പൂക്കും വനമല്ലിക്കാവിൽ ഇലവങ്കം പൂക്കും വനമല്ലിക്കാവിൽ പൂരം കൊടിയേറും നാളേറൻ തൊടിമേളത്തൊടു ഞാനും ഞാനും വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും. ഈ ഒരു സമയത്ത് അതായത് നമ്മളിങ്ങനെ ഒരു സന്തോഷ നിമിഷത്തിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇരട്ടി മധുരം കൂടിയാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ വീട് പുതിയ വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെയാണ് വീട് ഇരിപ്പുണ്ടായിരുന്നത്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഓക്കെ. ഈ ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടേക്ക് എത്തുന്നതിന് കാരണക്കാരായ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാര് അല്ലെ, അവരെയൊക്കെ നമുക്ക് ഓർമ്മ വരും. നമുക്ക് ഓർമ്മിക്കേണ്ട ആൾക്കാരുണ്ടാവും. അവരാരൊക്കെ ഒന്ന് പറയാം? ഫസ്റ്റ് തന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും തന്നെയാണ്. അവർ മൂന്നുപേരും ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ എത്താൻ പറ്റിയിരുന്നില്ല. അച്ഛനാണ് ഈ വീടിൻ്റെ പണി ഒരു വർഷം നിർത്തി വെച്ചിട്ട് എൻ്റെ ഒപ്പം വന്നത്.
അമ്മ അതെ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് എൻ്റെ ഒപ്പം നിൽക്കും. പിന്നെ ചേച്ചി അതെ വളരെയധികം സപ്പോർട്ടായിരുന്നു. അച്ഛൻ ബിസിനസ്സാണ്, റെഡ്മി ഫോണിന്റെ ബിസിനസ്. അമ്മ ടീച്ചറാണ്, GHSS മേടത്തൂർ എന്നുള്ള സ്കൂളില്. അതെ. ചേച്ചി ഇപ്പൊ +2 ആണ്, MES സ്കൂളില്. അതെ അതെ. കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. പിന്നെ പഠിക്കുന്നത് ഏത് സ്കൂളാണ് മോള്? ഞാനോ ശ്രീമഹർഷി വിദ്യാലയ, ഞാങ്ങാട്ടിയുള്ള. വിനയഗോപാൽ. അതെ അതെ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയാനുള്ളത്? അതായത് ചെറിയ ക്ലാസ് മുതൽ തന്നെ മഹർഷി സ്കൂൾ തന്നെ? അതെ അതെ അതെ, LKG തൊട്ടിട്ട് തന്നെ അവിടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താവാനാണ് ആഗ്രഹം? ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്ലാനൊന്നുമില്ല, പഠിക്കണം, ജോബ് വേണമെന്നുണ്ട്. ജോബിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ വല്ലാതെ ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷെ IAS ആവണമെന്നുണ്ടായിരുന്നു. IAS പഠിക്കണം എന്നാണ് താല്പര്യം അല്ലേ? നമ്മൾ എന്താ പറയുക, ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നമ്മൾ പാട്ട് പഠിച്ച് എന്താ പറയുക ടോപ്പ് സിംഗർ അല്ലേ, ഫൈനലിസ്റ്റ് വരെ എത്തി അല്ലേ? അപ്പൊ ആ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ അല്ലെ? അപ്പൊ അതൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു. തീർച്ചയായിട്ടും IAS എന്ന് പറയുന്നത് നമ്മളെ വേറൊരു സ്വപ്നമാണ്, ഇത് ചെറിയൊരു സ്വപ്നമല്ല. അപ്പൊ അത് സാക്ഷാത്കരിക്കാൻ നമ്മള് ഒരു ആഗ്രഹവും സ്വപ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാത്കരിക്കാൻ ഒപ്പം എല്ലാ ശക്തികളും എല്ലാവരും ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണ് ഒരുപാട് സാധാരണക്കാരായ ആളുകൾ IAS പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ IAS എത്താൻ പറ്റും. തീർച്ചയായിട്ടും അതായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, എല്ലാവിധ ആശംസകളും. ദീനദയാലോ രാമാ ജയ സീതാവല്ലഭ രാമാ. ദീനദയാലോ രാമാ ജയ സീതാവല്ലഭ രാമാ. ശ്രുതജനപാലക रघुपति राघव, श्रुतजनपालक रघुपति राघव, पीताम्बरधर पावन रामा. दीनदयालो रामा जय सीतावल्लभ रामा. ഫ്ലവേഴ്സിൽ പോയിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലവേഴ്സിലെ അനുഭവം പറഞ്ഞാൽ അവിടുത്തെ ഓർക്കസ്ട്ര അങ്കിൾമാർ, പിന്നെ ഗ്രൂമേഴ്സ്, പിന്നെ ഒപ്പം തന്നെ ജഡ്ജസ്, അവിടുത്തെ കണ്ടസ്റ്റൻസ് ആയ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വളരെയധികം സപ്പോർട്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയധികമായിരുന്നു. നമ്മൾ ഓരോ പാട്ടും മുന്നേറുന്നത് തന്നെ അവരുടെ കറക്ഷൻ കാരണം തന്നെയാണ്. ഞാൻ ഓരോ പാട്ട് പാടുമ്പോഴും അവരെപ്പോഴും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് തെറ്റുകൾ പറഞ്ഞു തന്നത് തിരുത്തി, അങ്ങനെയാണ് എനിക്ക് ഫൈനലിൽ എത്താനും പറ്റിയത്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ ചിലപ്പോൾ ഫൈനലിൽ എത്തില്ല, ചിലപ്പോൾ എന്നല്ല എന്തായാലും ഫൈനലിൽ എത്തില്ല. ജഡ്ജസ് മധു അങ്കിൾ, ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് ഞങ്ങൾ. മധു അങ്കിളുടെ വൈഫ് വിദീത ആൻറ്റി, പിന്നെ MG അങ്കിൾ, റിമി ആൻറ്റി, ഒപ്പം തന്നെ ബിന്നി ആൻറ്റി, അങ്ങനെ എല്ലാവരും വളരെയധികം സപ്പോർട്ടായിരുന്നു. ഓർക്കസ്ട്രയിൽ പറയുകയാണെങ്കിൽ സുശാന്ത് അങ്കിൾ, അങ്ങനെ കുറേ അങ്കിൾമാരുണ്ട്, അവരെല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു,
സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. മഞ്ഞളാടുന്ന പൊൻവയിൽ മഞ്ഞു കന്യക സൂര്യ തമ്പുരു മീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. പാട്ടിന്റെ ഈ ലോകത്ത് എന്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉയർച്ചയിലേക്ക് പോകാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് പാട്ട് എന്തായാലും ഞാൻ ഒപ്പം കൊണ്ടുപോകും പാഷനായിട്ട്. അല്ലെങ്കിൽ ജോബിൻ്റെ കാര്യം റെഡി ആക്കിയിട്ടില്ല. പാഷൻ എന്തായാലും ഞാൻ മ്യൂസിക് ഉറപ്പായിട്ടും ജീവിതകാലം ഫുള്ള് കൊണ്ടുപോകും. കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും പിന്നെ ജോബ് വേറെ ഉണ്ടാവും. അപ്പം തന്നെ മ്യൂസിക്കും അങ്ങനെയാണ് വിചാരിക്കുന്നത്. മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം? ഓ ഉണ്ട്. അത് ടോപ്പ് സിംഗറിൽ നിന്ന് തന്നെ MG അങ്കിളുടെ അടുത്ത് ഞാൻ കുറേ ഡ്യുവറ്റ് പാടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ ഒപ്പം ഒരു ഡ്യുവറ്റ് പാടിയിരുന്നു, പൊന്മുരളി യൂതും കാറ്റ് എന്നുള്ളത്. അപ്പോൾ അതും വളരെയധികം സന്തോഷവും മെമ്മറി ആയിട്ട് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ്. അങ്ങനൊരു നമ്മൾ തീരെ വിചാരിക്കില്ലല്ലോ, വേഗം ഇങ്ങനെ സമ്മതിച്ചിട്ട് ഒരു പാട്ടൊക്കെ സെറ്റാക്കി MG അങ്കിളുടെ ഒപ്പം പാടുക എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. അതുതന്നെയാണ് വലിയൊരു ആ. പൊന്മുരളിയൂതും കാറ്റിൽ ഈണമലിയും പോലെ പഞ്ചമം തേടും കുയിലിൻ താളമിയലും പോലെ കനവിലൊഴുകാം പാവമായി ആരുമറിയാതെ പൊന്മുരളിയൂതും കാറ്റിൽ ഈണമലിയും പോലെ. ഇതെന്റെ അമ്മ ദീപ പ്രശാന്ത്, ടീച്ചറാണ്. സ്കൂൾ അധ്യാപികയാണല്ലോ അല്ലേ? പാടുന്നു കേട്ടു അല്ലേ? ചെറുതായിട്ട്. ബിസിനസ്സാണ് ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ ചേച്ചി ഗൗരി, +2-ലാണ്. ഇത് അമ്മമ്മ, പിന്നെ ഇത് അച്ചച്ചൻ. അമ്മമ്മയുടെ പേര് പ്രഭ, അച്ചച്ചൻ ഉണ്ണി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. എല്ലാവർക്കും US മീഡിയ ന്യൂസിന്റെ ഓണാശംസകൾ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി
പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. തിരുവാവണിരാവ് മനസാകെ ലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു കുറുവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ്